നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തവണത്തെ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ കേട്ടറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്, അധ്യാപകരാകാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച്. ഇനി അടുത്ത വർഷത്തോടു കൂടി നമുക്ക് വിവിധ വിഷയങ്ങളിൽ HSA എക്സാം വിളിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഹൈസ്കൂൾ ടീച്ചർ ആകാനുള്ള ക്വാളിഫയിങ് എക്സാമാണ് കേട്ടറ്റ് കാറ്റഗറി 3. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 നമ്മുടെ LP UP ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന മറ്റൊരു എക്സാമാണ് HSA. അപ്പോൾ ഈ ഹൈസ്കൂൾ അധ്യാപകരാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമുക്ക് എന്ത് വേണം? നമ്മുടെ കേട്ടറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 50 ദിവസത്തോടടുത്ത് മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ഒരു 50 days സ്പെഷ്യൽ ബാച്ച് കേട്ടറ്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് പ്രിപ്പറേഷനിലൂടെ മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടൂസ് അക്കാഡമിയോടൊപ്പം ചേരുക. അപ്പോൾ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മലയാളം. നമ്മളെ സംബന്ധിച്ച് മലയാളം എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ മറ്റ് സബ്ജക്റ്റുകാരെ സംബന്ധിച്ച് വ്യാകരണമൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ലാംഗ്വേജ് പേപ്പർ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തേത് അവതരണമാണ്. ഓക്കെ, അവതരണം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവതരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ ലാംഗ്വേജ് പേപ്പറിൽ 2 പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കും അല്ലേ. പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്തുന്ന ഒരു രീതിയുമുണ്ട്. അതിനെയാണ് നമ്മൾ അവതരണം എന്ന് മലയാളത്തിൽ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കതിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത ആണ് തരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, 5 മാർക്കാണ് നമുക്ക് ഒരു പാരഗ്രാഫിൽ നിന്നും നമുക്ക് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് 2 പാരഗ്രാഫ് വരികയാണെങ്കിൽ 10 മാർക്ക് നമുക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ അവതരണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾ അളക്കുന്നത് നമ്മുടെ സൂക്ഷ്മതയാണ്. ഓക്കെ, വായിക്കുമ്പോൾ നമ്മുടെ വായനയിലുള്ള സൂക്ഷ്മത, അത് മനസ്സിലാക്കിയെടുക്കുന്നതിലുള്ള കൃത്യതയൊക്കെയാണ് ഈ അവതരണത്തിലൂടെ അളക്കുന്നത്. ക്ലിയർ? നമുക്ക് ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ ചോദ്യവും അതിനോടൊപ്പം തന്നെ ഉത്തരവും, ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ ഉത്തരവും നമുക്ക് കണ്ടെത്താൻ കഴിയും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൃത്യതയോടുകൂടി നമ്മളത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാം. ഈ അവതരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരഗ്രാഫ് റീഡിങ് എന്ന് പറയുന്നത് കുറച്ച് സമയം പിടിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എങ്കിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മാറി മാറി വായിക്കണം, ഓപ്ഷൻസ് മാറി മാറി വായിക്കണം, പാരഗ്രാഫ് മാറി മാറി വായിക്കണം. ആ സമയത്ത് നമുക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ആവും ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അവതരണം എന്ന് പറയുന്നത് അവസാന ഭാഗത്തേക്ക്, അതായത് അവസാന സമയത്തേക്ക് വെച്ചിട്ട് ആദ്യം നമുക്ക് മറ്റ് MCQs ഒക്കെ ചെയ്തതിന് ശേഷം ഈ അവതരണത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആദ്യം ഒരു തവണ പാരഗ്രാഫ് വായിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക.
ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് ഓപ്ഷനും ആദ്യം വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പാരഗ്രാഫ് വായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഓപ്ഷനും ക്വസ്റ്റ്യന് വരുന്ന ഭാഗവും ഈ പാരഗ്രാഫിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതാണ് അവധാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അച്ചീവേഴ്സ് ടോപ്പിക്കായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് അവധാരണം അല്ലെങ്കിൽ പാരഗ്രാഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി നമുക്ക് വരുന്നത് വ്യാകരണത്തിൻ്റെ പോർഷൻസാണ് കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് പേപ്പറിൽ നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന വ്യാകരണത്തിലെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സന്ധിയും സമാസവും. ഓക്കെ, നമുക്കത് വലിയ രീതിയിൽ ഇതിൻ്റെ തിയറി പോർഷൻസിലേക്കൊന്നും നമുക്കത് കടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഓരോ സന്ധിയും ഉണ്ടാവുന്നത്, ആ സന്ധിയുടെ ഉദാഹരണങ്ങൾ അത് മാത്രം നമുക്കിതിൽ നോക്കി വെച്ചാൽ മതി. സമാസമാണെങ്കിലും അങ്ങനെ തന്നെ. പൊതുവെ വ്യാകരണത്തിൽ നമുക്ക് നോക്കി വെക്കേണ്ടത് അതിൻ്റെ ഉദാഹരണവും അതുപോലെ തന്നെ അതെങ്ങനെ വരുന്നു എന്നുള്ളതും. ഇത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കിട്ടും ഇതിൻ്റെ. കാരണം തുടർച്ചയായിട്ട് ഒരേ രീതിയിൽ ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതുവരെ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ സന്ധിയും സമാസവും ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ചിഹ്നനമാണ്. ചിഹ്നനം എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ, മലയാളത്തിൽ ചിഹ്നങ്ങൾ. നമുക്കിപ്പോൾ ചിഹ്നങ്ങൾ നമുക്കറിയായിരിക്കും. കോമ, ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ അറിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ മലയാള പദം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് ഇംഗ്ലീഷിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിഹ്നങ്ങളുടെ മലയാളം പഠിക്കണം. ഓക്കെ, മലയാളം പേരുകൾ പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിന് നമ്മൾ ചോദ്യചിഹ്നം എന്ന് പറയുമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുന്നത് കാഗു എന്നുള്ള ഒരു വാക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പദങ്ങൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫുൾ സ്റ്റോപ്പിന് നമ്മൾ ബിന്ദു എന്ന് പറയും. അതുപോലെ തന്നെ പൂർണ്ണവിരാമം. ഓക്കെ, പൂർണ്ണവിരാമം എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ആ രീതിയിലുള്ള ചിഹ്നങ്ങളുടെ ഓരോ ചിഹ്നങ്ങളുടെയും ഇംഗ്ലീഷ് പേരും അതുപോലെ തന്നെ മലയാളം പേരും നിങ്ങൾ ഒരേ സമയം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഈ ചിഹ്നങ്ങളൊക്കെ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപകാരമായിരിക്കും. ഓക്കെ, അടുത്തത് പദസമ്പത്ത്. പദസമ്പത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൊക്കാബുലറിയാണ്. ഓക്കെ, വൊക്കാബുലറി. അപ്പോൾ വൊക്കാബുലറി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ വൊക്കാബുലറി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. വിപരീതം, പര്യായം, പഴഞ്ചൊല്ല്, ശൈലികൾ, അതുപോലെ തന്നെ അർത്ഥവ്യത്യാസം, ഒറ്റപ്പദം, ഇതൊക്കെ ഈ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഴഞ്ചൊല്ലും അതുപോലെ തന്നെ ശൈലിയുമാണ്. കാരണം ഈ ശൈലി തന്നിട്ട് ഇതിൻ്റെ അർത്ഥമാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ ശൈലികളും മാത്രമാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ 2019 മുതലുള്ള ഒരു സിലബസാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ സിലബസിൽ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ ശൈലികളും ഒക്കെ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്കത് ഉപകരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചീവേഴ്സ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കഥയും കവിതയും നോവലും ഒക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു വൈഡായിട്ടുള്ള ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളതിൽ ഏത് പഠിച്ചു കഴിഞ്ഞാലും അത് തന്നെ വരണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമുക്ക് നിർബന്ധമില്ല അത് തന്നെ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു വൈഡായിട്ടുള്ള ഏരിയ ആണ്. ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തതും ആ ഭാഗത്തു നിന്ന് വരാം. പക്ഷേ ഗ്രാമർ പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഷുവർ ക്വസ്റ്റ്യനാണ്. ഓരോ ഭാഗത്തു നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്കത് ഷുവറായിരിക്കും. ഓക്കെ, നമ്മുടെ സിലബസ് നിങ്ങൾ നോക്കുക. അപ്പോൾ സിലബസിനനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ അക്കാഡമിയിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക്
പറഞ്ഞു ഒരു 50 ഡേയ്സാണ് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ ഒരു സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ടൈം ടേബിൾ കൂടി നിങ്ങൾക്ക് തന്നാൽ നിങ്ങളതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഓരോ ടോപ്പിക്കും പഠിക്കേണ്ട ദിവസത്തിൻ്റെ എണ്ണവുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സന്ധിയാണ്. സന്ധി പ്ലസ് PYQ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ദിവസമാണ് നിങ്ങൾക്ക് അതിനായിട്ട് സമയം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും സന്ധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സന്ധിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു. എന്താണ് സന്ധി എന്ന് പഠിക്കുക. 4 വിഭജനമാണുള്ളത്. ഓരോ വിഭജനത്തിൻ്റെയും അതിൻ്റെ ഇപ്പോൾ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കുക. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ദ്വിത്വസന്ധി അതിൻ്റെ എന്താണ് ദ്വിത്വസന്ധി എന്ന് പഠിക്കുക. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക. നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ച പോർഷൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ PYQ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഫെമിലിയർ ആവും അല്ലേ. പിന്നീട് നമ്മൾ ലാസ്റ്റ് 10 ഡേയ്സ് നമ്മളൊരു റിവിഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആ റിവിഷനിൽ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഇന്ന പോർഷൻ എന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരു പടി കൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി സമാസവും ഇതുപോലെ അടുത്ത 5 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെറ്റിന് പഠിക്കുന്നത് പോലെയോ നെറ്റിന് പഠിക്കുന്നത് പോലെയോ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഇത്, ഓരോ സമാസവും എന്താണ്, അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗവും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ വ്യാകരണത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ചിഹ്നനം, പ്രകാരം, ഇത് 3 ദിവസമാണ്. ചെറിയ ടോപ്പിക്കാണ് ഇത് രണ്ടോ. അപ്പോൾ 3 ദിവസത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ തദ്ധിതം, വിഭക്തി, അതിന് 2 ദിവസമാണ്. അത് ഏറ്റവും ചെറിയ ടോപ്പിക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് തദ്ധിതവും വിഭക്തിയും. ഓക്കെ, കൃതി, നാമം 2 ദിവസം, ചെറിയ ടോപ്പിക്ക് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പദശുദ്ധി, വാക്യശുദ്ധി നമുക്ക് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, പദശുദ്ധി, വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കുറച്ച് വാക്കുകളിൽ, നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളിൽ വരുന്ന തെറ്റുകളെയാണ് നമ്മൾ പദശുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, വാക്യശുദ്ധി ആയാലും അതുപോലെ തന്നെ ഒരു വാക്യം പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ സമയത്താണ് ഒരു വാക്യം തെറ്റായി മാറുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനെയാണ് പദശുദ്ധി, വാക്യശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടോ പറ്റില്ല. അത് നമുക്ക് PYQ മാത്രം ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് പദശുദ്ധിയും വാക്യശുദ്ധിയും. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് കഥ, നോവൽ എന്നുള്ള ഭാഗമാണ്. അതിന് നമ്മൾ 10 ദിവസമാണ് കൊടുക്കുന്നത്. കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞു, അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ പഠിക്കുക. തന്നെ പഠിക്കണം എന്നില്ല. കഥ, നോവലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടി റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ
കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ റീസെൻ്റ് ആയിട്ടുള്ള കഥകൾ, നോവലുകൾ, അതിൻ്റെ പ്രമേയം, അതിലെ കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കഥയും നോവലും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള PYQ, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ഓക്കെ, അടുത്തത് കവിത അലങ്കാരമാണ്. അലങ്കാരത്തിൽ നിന്നൊക്കെ 1 or 2 ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിന് വേണ്ടി ഇത്രയും അധികം പഠിക്കണോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായി പോകരുത്. കാരണം നമുക്ക് ഒരു മാർക്കിന് ചിലപ്പോൾ നമ്മുടെ എക്സാമുകൾ തോറ്റുപോയ ഒരു സന്ദർഭം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ വാല്യൂ എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ പോർഷൻസും എന്ത് ചെയ്യണം, ഈ ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ദിവസത്തിനുള്ളിൽ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ശൈലിയും, പഴഞ്ചൊല്ല്, അർത്ഥവ്യത്യാസം, ഒറ്റപ്പദം. 6 ദിവസമാണ് ഇതിന് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് 40 ദിവസമാണ് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെന്തും ചെയ്തു പോകുന്നുണ്ട്, PYQവും കൂടി ചെയ്തു പോകുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു തവണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ തമ്മിൽ നമ്മളൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ ചെയ്തു വരികയാണെങ്കിൽ, ഇനി ലാസ്റ്റ് 10 days എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് റിവിഷനാണ്. അപ്പോൾ ആ റിവിഷൻ നടത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യാം, PYQ വെച്ചിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാം. ഇതിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് അത് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ കവിതയാണ്. ആ ഭാഗങ്ങൾ അത് തന്നെ പഠിച്ചതുകൊണ്ട് നമുക്ക് ഗുണമില്ല. കാരണം നമുക്ക് വരുന്നത് മറ്റ് പാരഗ്രാഫായിരിക്കും. ഇതുവരെ ആവർത്തിച്ച് ഒരു പാരഗ്രാഫും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ, അതുപോലെ തന്നെ നിങ്ങളുടെ സൂക്ഷ്മത, നിങ്ങൾ അത് മനസ്സിലാക്കുന്നതിലുള്ള രീതി, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, പാരഗ്രാഫിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളത് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ എക്സാമിലേക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ തവണത്തെ കേട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്തവണത്തെ കേട്ടിട്ട് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. അടുത്ത HSAക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം.